111 തവണ ഈ ദിക്റൊന്ന് ചൊല്ലി നോക്കിയേ. 11 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങൾ എന്തോരാ അല്ലേ. ചില സ്ഥലങ്ങളിൽ ധാരാളം ഇങ്ങനെ കാണും, ഉസ്താദേ ഭർത്താവ് ഒന്ന് നന്നായി കിട്ടാൻ വരക്കണേ എന്നാണ്. ചിലയിടത്ത് ഭാര്യമാരാണ്, അതെ ഭാര്യമാരൊന്ന് നന്നായി കിട്ടാൻ വരക്കണേ, അത് കുറവാണ്. എന്നാലും കൂടുതൽ കാണുന്ന ഇതായിരിക്കും, ഭർത്താവ് ഒന്ന് നന്നാകണം. എന്തോ ഒരു പേരങ്ങനെ പറയുന്നത്. എന്താ നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം വരാൻ കാരണം? ശരിക്കും നമ്മളെ ആസ്വദിച്ച് ജീവിച്ചാൽ എന്ത് രസമാടോ ഭാര്യ ഭർത്തൃ ലൈഫ് എന്ന് പറയണത്. പലപ്പോഴും ഇപ്പോൾ ഞാനൊരു കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച പോയി പെട്ടതാ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയും ഒക്കെ എല്ലാ ആഴ്ചകളിലും ചില കല്യാണങ്ങളിൽ പോയി പെടലുണ്ട്. കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണല്ലോ കല്യാണം. പക്ഷേ ആ സുന്നത്തിനെ പേക്കൂത്തുകളാക്കി പലരും മാറ്റുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു സുന്നത്ത്, അള്ളാഹുവിനുള്ള ഒരു ആരാധന ഇങ്ങനെ പേക്കൂത്താക്കി മാറ്റുമ്പോൾ അതിലൂടെ വിവാഹിതരാകുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിന്നാണ് സമാധാനം കിട്ടുക? കല്യാണം കഴിച്ച് പെട്ടുപോയി എന്ന് പറഞ്ഞ എത്ര ആളുകളുണ്ട്. കല്യാണം എന്തിനാ ശരിക്കും? കല്യാണം സമാധാനം കിട്ടാനാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനാ കല്യാണം? സമാധാനം കിട്ടാൻ. ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ട് സമാധാനം കിട്ടിയ എത്ര പേരുണ്ട്? അതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് ഈ പറയണത്. എന്ത്? കല്യാണം പേക്കൂത്താക്കി മാറ്റിയാൽ സമാധാനം കിട്ടൂല. ചിലപ്പോഴൊക്കെ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, അത് ഹണിമൂൺ പീരീഡാണ് അല്ലേ. പിന്നെ ഒരു സ്ട്രഗിളിങ് പീരീഡിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാണ്, എപ്പോഴും ഒച്ചപ്പാടാ. ഒരു തെറ്റ് കാണാൻ നോക്കി നിൽക്കും പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, താളം തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. മനസ്സിലാക്കലില്ലായ്മയാണ് അവിടുത്തെ വിഷയം. അള്ളാൻ്റെ ബറക്കത്തുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ 2 കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, 2 വ്യത്യസ്തരായ മനുഷ്യരാണ്. 2 വ്യത്യസ്തരായ 2 കുടുംബത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യർ ഒന്നിച്ചു ചേരുമ്പോൾ ആ 2 സ്വഭാവങ്ങളും പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാവണ്ടേ അല്ലേ. ചില ഭർത്താക്കന്മാർ എത്ര സങ്കടം പറയുന്നുണ്ട്. ചിലർ പറയും, ഉസ്താദ് ഇപ്പോൾ പെണ്ണുങ്ങളെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മക്കളെ, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നത് സ്ത്രീകളായതുകൊണ്ടാണ് അവരുടെ വിഷയങ്ങൾ കൂടുതൽ പറയണത്. പക്ഷേ ചിലയിടങ്ങളിൽ ഭർത്താക്കന്മാർക്ക് ഒരു വിലയില്ലാതാവുന്നുണ്ട് അല്ലേ. പരസ്പരം ബഹുമാനിക്കണം, ആദരിക്കണം. ഭർത്താവിനെ ഏറ്റവും കൂടുതൽ ആദരിക്കണം. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ബാപ്പാനോടും ഉമ്മാനോടുമല്ല, സ്വന്തം ഭർത്താവിനോടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു നോക്കിയേ, എന്തൊരു റാഹത്തായിരിക്കുമല്ലേ ജീവിതം. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴുണ്ടാകണത്, അതിന് ബറക്കത്ത് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കല്യാണങ്ങളൊക്കെ അങ്ങനെ പേക്കൂത്തുകളായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു ഗഫൂറുർ റഹീമാണ്, അവൻ കരുണാവാരിധിയല്ലേ. അവനോട് തൗബ ചെയ്തോ, അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ പ്രയാസങ്ങളും നീക്കി തരൂലേ അല്ലേ. അപ്പോൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കണതിൻ്റെ ഒരു എക്സാമ്പിളാണ് അപ്രീഷിയേറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവർ ചെയ്തു തരുമ്പോൾ അടിപൊളിയാണ് തടി അല്ലേ. അതായത് ഇപ്പോൾ ഒരു കറി വെച്ചു എന്നൊക്കെ, ഒരു കറി വെച്ചു, ആ കറി വെച്ചിട്ട് അവൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കും. എന്തിനത് വായിലേക്ക് വെച്ചിട്ട്, വായിൽ വെക്കാൻ കൊള്ളൂല, ഇത് കേൾക്കാനല്ല. അത് വായിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിലും അടിപൊളി അല്ലേ, ഹോട്ടലിൽ പോലും കിട്ടൂലാട്ടോ ഇങ്ങനത്തെ ഫുഡ്. അത് കേൾക്കുമ്പോൾ പിന്നെ അവർക്ക് സന്തോഷമാണ് നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ. പിന്നെ നല്ല ടേസ്റ്റിയായ ഫുഡ് ഇങ്ങനെ മുമ്പിൽ വരും. കാക്ക ഞാൻ അത് തരട്ടെ, ഇത് തരട്ടെ. നമ്മളെങ്ങനെ ചെയ്യാറ്? ചിലർ മിണ്ടൂല, അങ്ങനെയോട് വാരി കഴിച്ചിട്ട് നീ കഴിക്കണല്ലേ, കഴിക്കട്ടെ, എടുത്ത് കഴിക്കും, ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അവൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും തന്നാൽ, നിൻ്റെ ബർത്ത്ഡേക്കോ നിൻ്റെ ആനിവേഴ്സറിക്കോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ ഗിഫ്റ്റാണ്, ഇതാണ് മേടിച്ചത് നിങ്ങ, അവക്കട കെട്ടിയോനൊക്കെ കൊടുത്തത് കണ്ട, എന്ത് അമ്മക്കും ഉണ്ടൊരു കെട്ടിയോൻ. എടി മോളെ, ഈ സമ്മാനത്തിൻ്റെ മൂല്യത്തിലൊന്നും അല്ല, അത് തന്നില്ലേ നിനക്കത് തന്നില്ലേ. നിൻ്റെ കെട്ടിയോൻ്റെ സാഹചര്യം അനുസരിച്ച് അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യ്. അത് കാണുമ്പോൾ തന്നെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചൊരു ചുംബനമൊക്കെ ഒന്ന് കൊടുത്തു നോക്കി, എന്ത് രസമാണ് ലൈഫ്. അതിൻ്റെ ഒരു മനോഹരമായ ഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതില്ലേ, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക. ഡെയിലി ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം, എന്ത് രസമായിരിക്കും. എന്നിട്ട് ഭാര്യയുടെ വായിലേക്ക് ഇങ്ങനെ വാരി വെച്ച് കൊടുക്കണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഇങ്ങനെ ഒരു ഉരുളെടുത്തിട്ട് കെട്ടിയോക്കടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത് മുത്തുനബിയുടെ സുന്നത്താണ്. ഇപ്പോൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും കെയറിങ് ഒന്നും വേണ്ട അല്ലേ. അവർക്ക് എപ്പോഴും കെയറിങ് വേണ്ട. അവർക്ക് ചില സമയങ്ങളിൽ സപ്പോർട്ട് ഉണ്ടായാൽ മതി. അസുഖമായി കിടക്കുമ്പോൾ അവർ ഒന്ന് അടുത്ത് വന്നിരുന്നേ,
അതുപോലെ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. അതല്ല അവർക്ക് വേണ്ടത്. ആ സമയത്ത് മാത്രം അവർക്ക് നിന്നെ മതി അടുത്ത്. അത് പുരുഷൻ്റെ പ്രകൃതമാണ്. ആ സമയത്തൊന്ന് അടുത്ത് പോയിരിക്കുക, അവനൊന്ന് പരിഗണിക്കുക. എന്നാൽ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവൾക്ക് മിണ്ടിയതിനും പറഞ്ഞതിനും ഒക്കെ നീ വേണം. അത് മനസ്സിലാക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കണം. പെണ്ണിനെപ്പോഴും നീ വേണം. കിച്ചണിൽ ചില സമയത്തൊക്കെ പാത്രം ഇങ്ങനെ വലിച്ചെറിയണ സൗണ്ട് കേൾക്കാം. എന്താ അത്? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് ഇടങ്ങേറാവേൺ, എനിക്കൊരു സപ്പോർട്ടില്ല എന്നുള്ള തോന്നലാണ്. ഒന്ന് പിന്നാലെ ചെന്ന് ഒന്നിങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ഉമ്മയും കൊടുത്തിങ്ങ് പോന്ന് നോക്കിയേ, അടിപൊളി. പിന്നെ സൗണ്ടൊക്കെ കുറയും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ എല്ലായിടത്തും ജോലിക്ക് പോകണമെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിക്കുക. അവളങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഒന്ന് വെറുതെ ഇരിടി, എത്ര നേരത്തെ വിളിയാണ്. അല്ലല്ല, അവൾക്ക് ആ കെയറിങ് അത് താല്പര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നു. ഇത് പരസ്പരം തോന്നണം ഈ സ്നേഹം. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ചിലർ പറയാൻ എന്താണ്, ഒരുപാട് അങ്ങനെ പരിഗണിച്ചാൽ തലയിൽ കയറിയിരിക്കും ഉസ്താദേ. അല്ല കുരങ്ങിനാണോ അത് കല്യാണം കഴിച്ചാൽ തലയിൽ കയറിയിരിക്കാനായിട്ട്? അതല്ല, എത്ര മോശമാണ് മക്കളെ. ഖുർആൻ എത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഖലഖലകും മിൻ അൻഫുസിക്കും. നിന്നെപ്പോലൊരു മനുഷ്യനാണ് നിൻ്റെ കെട്ടിയോള്. നിന്നെപ്പോലെ ചിരിക്കാനും നിന്നെപ്പോലെ കരയാനും നിന്നെപ്പോലെ വാശി പിടിക്കാനും നിന്നെപ്പോലെ ദേഷ്യപ്പെടാനും ഒക്കെ പറ്റുന്ന ആളാണോ നിൻ്റെ കെട്ടിയോള്? മനസ്സിലായോ? അവൾക്കും ദേഷ്യപ്പെടാനൊക്കെ പറ്റും. അവളും മനുഷ്യനാണ്. ഈ പരിഗണന ഉണ്ടാവണം അല്ലേ? അവൾ മെൻസസ്സാന്ന് പറയുമ്പോൾ അവൾ പറയണം, ഇക്കാക്ക കഴിഞ്ഞ മാസത്തേക്കാളേറെ ഭയങ്കര വേദനയുണ്ട് ഇക്കാക്ക, ഒരു പാരസിറ്റമോൾ എടുത്ത് കഴിക്കി. ഇതെല്ലാം അവൾ ആഗ്രഹിക്കണത്. ആ മുതുകൊന്ന് തടവി കൊടുത്തിട്ട് ഇക്കാക്ക ഉണ്ട് നിൻ്റെ കൂടെ എന്നൊരു വർത്താനാണ് മക്കളെ. ഇതാ ഖുർആൻ പറയണം. അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, അള്ളാൻ്റെ ബർക്കത്തോടെ കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ആ മനുഷ്യനായി കാണും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, ഉസ്താദേ എൻ്റെ മോക്ക് വേണ്ടി വരക്കണം, എൻ്റെ മോള് നന്നായി കൂർക്കം വലിക്കുമ്പോൾ അവക്കടെ കെട്ടിയോന്നെ അവൾ ഉപേക്ഷിച്ചുകൊണ്ട് വേറെ റൂമിൽ പോയി കിടക്കും. ഇതൊരു മോശമാണ്. നീ അതേപോലെ കൂർക്കം വലിക്കുമ്പോൾ അവളിങ്ങനെ വേറെ റൂമിൽ പോയി കിടന്നാലുള്ള അവസ്ഥ എന്താണ്? എടാ, ഇത് മനുഷ്യനാണ് മോനെ, മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ട്? എല്ലാവരും ഒരേപോലെയല്ല. അവളുടെ ആ പ്രശ്നം എന്താണ് അത് പരിഹരിക്കാൻ ഡോക്ടറെ കാണിക്കണമെങ്കിൽ ഡോക്ടറെ കാണിക്കണം. നീ അവളുടെ സപ്പോർട്ടിനായി കൂടെ ഉണ്ടാവണം. ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ കേവലം സെക്സിന് വേണ്ടി മാത്രമാണോ? അല്ലല്ലോ, സമാധാനത്തിന് വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ചിലർ പറയും, ഉസ്താദേ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും വഴിയില്ല, ഇതൊക്കെ ചെയ്തു നോക്കിയിട്ടും ഒരു ബറക്കത്തില്ലാത്ത പോലെ. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മനോഹരമായ ഒരു ദുആയും 1-2 ദിക്റുകൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. അത് നിങ്ങളൊന്ന് ചൊല്ലി നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പം അള്ളാൻ്റെ മഹത്തുക്കൾ പറഞ്ഞു തരുന്നൊരു ദിക്റ് ഞാൻ ആദ്യം ഒരു ദിക്റ് പറഞ്ഞുതരാം അല്ലേ? അതിങ്ങനെ നോക്കി, നിങ്ങൾ സ്ക്രീനിൽ കാണാം. യാ അത്തൂഫു, മയപ്പെടുത്തുന്നവനെ, ദുൽ ഖുവ്വത്തിൽ മതീൻ അല്ലേ, കഴിവുറ്റവനായ തമ്പുരാനെ, ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. എൻ്റെ മേൽ എൻ്റെ കെട്ടിയോൻ്റെ മനസ്സ് നീ മയപ്പെടുത്തണേ അല്ലാ, കരുണ ചെയ്യുന്നവരിൽ അങ്ങേയറ്റം കരുണ ചെയ്യുന്ന തമ്പുരാനെ. ഇവിടെ ഫുലാൻ എന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ആ ഫുലാൻ്റെ അവിടെ കെട്ടിയോൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഅ്തിഫ് അലയ്യ ഖൽബ മജീദിൻ, ഇഅ്തിഫ് അലയ്യ ഖൽബ സലാമിൻ. മനസ്സിലായോ? ഇനിയിപ്പോൾ ഭാര്യയാണ് നന്നാകുണ്ടെങ്കിൽ ആ കൽബ എന്നുള്ള ഭാഗത്ത്, കൽബ ഫുലാൻ എന്ന ഭാഗത്ത് പെണ്ണിൻ്റെ പേര് കെട്ടിയോടെ പേര് ചേർത്ത് കൊടുക്കുക. അതാണ് ഒരു ദുആ എന്ന് പറയുന്നത്. അത് 313 തവണ ചൊല്ലുക, മനസ്സറിഞ്ഞ് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി മറ്റൊരു പ്രാർത്ഥന ഒക്കെ, യാ വദൂദു യാ അല്ലാ. വദൂദ് പരസ്പരം സ്നേഹം ഉണ്ടാക്കി തരുന്ന റബ്ബാണ് അല്ലേ? ആ റബ്ബ് നമ്മളെ കൈവിടൂലാന്നേ. മനസ്സറിഞ്ഞ് 11 ദിവസം, ഓരോ ദിവസവും 111 തവണ മനസ്സറിഞ്ഞ് യാ വദൂദു യാ അല്ലാ ചൊല്ലിക്കോ, മാറ്റം ഉണ്ടാവും. അതോടൊപ്പം മൂന്നാമത്തൊരു കാര്യം, അത് സൂറത്തുൽ ളുഹ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സൂറത്തുൽ ളുഹ അറിയാത്തവരില്ലല്ലോ. 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 13 പ്രാവശ്യം 11 ദിവസം ഒന്ന് പതിവാക്കി നോക്കി. ഈ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുള്ള കഥയുണ്ടാണ് ഈ പറയണത്. ഒരു കാര്യം ചെയ്യൂല. കെട്ടിയൊന്നിച്ചിരി വെള്ളം എടുത്ത് തരാൻ പറഞ്ഞാലും ഞാനിവിടെ സൂറത്തുൽ ളുഹ ഓതട്ടെ, ഇവക്കൊന്നും കിട്ടൂല. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചിട്ടും എവിടേക്കോ ഇങ്ങനെ തെറ്റിപ്പോകുന്നു എന്ന് തോന്നിയാൽ ഈ സാധനങ്ങൾ പ്രയോഗിച്ചോ. അള്ളാഹു നല്ല ഹൃദ്യമായ ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.